മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബൈക്കുമായി ഹരിശങ്കർ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനിരുന്നപ്പോഴാണ് മഴ. രാവിലെ മുതൽ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവശങ്കര മേനോൻ ഹരിയോട് പറയുന്നുണ്ട്, മഴയത്ത് നീ പോകണ്ട, ഞാൻ കാറുമായി ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. എന്നാൽ ഞാൻ കാറുമായി പൊക്കോളാം, എനിക്ക് ടൗൺ വരെ പോകേണ്ട കാര്യമുണ്ട്. ശിവശങ്കര മേനോൻ കാറിൻ്റെ ചാവിയും എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും ഇന്നലെ രാത്രി വണ്ടിക്ക് മനുശങ്കറും രോഹിത്തും പുറപ്പെട്ടിട്ടുണ്ട്. അവർ രാവിലെ 9:30 ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും. മനുശങ്കറിനെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലാമെന്ന് ഏറ്റിരുന്നത് ഹരിശങ്കറായിരുന്നു. ശിവശങ്കര മേനോൻ കാറുമായി ചെന്നപ്പോൾ രണ്ടുപേരും ബാഗും തൂക്കി പാലാ ബസ് സ്റ്റാൻഡിൽ സൺഷെയ്ഡിന് കീഴിൽ നിൽക്കുകയാണ്. ശിവശങ്കര മേനോൻ ബസ് സ്റ്റാൻഡിന് പിൻപിൽ കാർ ഒതുക്കിയിട്ട് ഹോണടിച്ചു. കാറ് കണ്ടതോടെ രോഹിത്തും മനുശങ്കറും ബാഗുമായി മഴയത്തൂടെ ഓടി. രണ്ടുപേരും ചെന്ന് കാറിൽ കയറി. അങ്കിളെ, എന്നെ പാലത്തിനരികെ ഇറക്കിയാൽ മതി, ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കൊള്ളാം, രോഹിത്ത് പറയുകയാണ്. നീ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് എങ്ങോട്ടാ പോകാൻ വയ്യാത്തത്? അമ്മയുടെ അടുത്ത് പോകാം, അച്ഛൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ അങ്കിളുടെ വീട്ടിലേക്ക് വരാം. ആ, വേണമെങ്കിൽ അലീനയുടെ വീട്ടിലേക്കും പോകാം അല്ലേ? ശിവശങ്കര മേനോൻ മുഖത്ത് നോക്കാതെയാണ് ചോദിച്ചത്. മനുശങ്കറും രോഹിത്തും തമ്മിൽ ഒരു നോട്ടം കൈമാറി. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ആദ്യം കൊല്ലപ്പള്ളിക്ക് പോകാം, എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്. കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത്തും മനുശങ്കറും കണ്ണുകൊണ്ട് അന്യോന്യം അർത്ഥഗർഭമായ ചില ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. ശിവശങ്കരൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ലച്ചാ, ബസ്സിൽ നിന്നിറങ്ങിയത് മഴയത്തേക്കാണ്, മനുശങ്കർ പറയുക. കാർ 20 മിനിറ്റ് കൊണ്ട് കൊല്ലപ്പള്ളിയിലെത്തി. കാറിൽ നിന്നും ഇറങ്ങിയ പാടെ ശിവശങ്കര മേനോൻ ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാണ്, കമലെ, ഇവർക്ക് ചായ കൊടുക്കണം, ഒന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കണം. പിന്നീട് രോഹിത്തിൻ്റെ തോളത്ത് കൈവച്ചിട്ട് പറയുകയാണ്, നീ എന്നെ കണ്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാവൂ. രോഹിത്ത് തലയാട്ടി. കമല പെട്ടെന്ന് ചായ തയ്യാറാക്കി. ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ പാലപ്പവും പൊട്ടറ്റോ സ്റ്റൂവും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം രോഹിത്ത് ശിവശങ്കര മേനോൻ്റെ മുറിയിലേക്ക് ചെന്നു. ഇനി ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാം അല്ലേ? ശിവശങ്കര മേനോൻ ചെറിയൊരു ചിരിയോടെ ചോദിച്ചു. ബസ്സിലിരുന്ന് രാത്രി വെളുക്കോളം ഉറക്കമല്ലായിരുന്നു അങ്കിളെ. നീ ഇന്ന് വരുമെന്ന് ജയന്തിയോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ പോരാണ്ടിരുന്നതല്ലോ, മനുവേട്ടൻ്റെ ഒപ്പം പെട്ടെന്ന് ചാടി പുറപ്പെട്ടിങ്ങി പോകുന്നതേ ഉള്ളൂ. ആഹാ, അപ്പം ഇനി എന്താ പരിപാടി? ആദ്യം അമ്മയുടെ അടുത്ത് എത്തണം, പിന്നെ അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ ഷോപ്പിലായിരിക്കുമല്ലോ. അലീനയുടെ അടുത്ത് പോകാൻ നിനക്ക് പ്ലാനുണ്ടോ? അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടല്ലോ. നീ അവിടെ പോകാറില്ലേ? 2-3 തവണ പോയിട്ടുണ്ട്. മനുവേട്ടനും ഞാനും കൂടി പോയിട്ടുണ്ട്. അങ്ങനെ പോകാനുള്ള കാരണം അലീന ചേച്ചിയെ കാണാൻ വേണ്ടി. നിനക്കറിയായിരുന്നോ അവൾ സ്റ്റാൻലിയുടെ മകളാണെന്ന്? രോഹിത്തിൻ്റെ മുഖം മെല്ലത്താണു. അപ്പോൾ വീണ്ടും ശിവശങ്കര മേനോൻ, ഒന്നും ഒളിച്ചു വെക്കണ്ടടാ, ഞാൻ ചിലതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. നീ അങ്ങ് പറഞ്ഞു. ആ, അറിയാമായിരുന്നു. നീയും അലീനയും തമ്മിലുള്ള ബന്ധം അറിയായിരുന്നോ? അതും അറിയാം. എന്തു ബന്ധം? രോഹിത്ത് ധൈര്യസമേതം പറയുകയാണ്, എൻ്റെ ചേച്ചിയാണ് അലീന ചേച്ചി. ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ് ഞങ്ങൾ. നീ അത് അറിഞ്ഞിട്ട് എത്ര നാളായി? കുറേ മാസങ്ങളായി. മനുവിന് ഇതേപ്പറ്റി അറിയാവോ? അത് മനുവേട്ടനോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ, എനിക്കറിയില്ല. ശിവശങ്കര മേനോൻ മനുവിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ മനു, ആ, എനിക്കും അറിയാം. ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശം? അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയിരിക്കുകയാണ്. 24 കൊല്ലം മുമ്പത്തെ തെറ്റ് മറയ്ക്കുവാൻ വേണ്ടി അച്ഛനും നീലഗിരിയിലെ വല്യച്ഛനുമൊക്കെ പരക്കം പായുന്നത് കണ്ടു പഠിക്കുക. ഞങ്ങൾക്കും നാളെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതിന് ഒന്നാന്തരം പാഠമല്ലേ ഇതൊക്കെ? അതൊരടിയായിരുന്നു. സ്വന്തം മകനാണ് മുഖത്ത് നോക്കി പറയുന്നത്. ശിവശങ്കര മേനോന് കാര്യം മനസ്സിലായി. ഇവരുടെയൊക്കെ മനസ്സിൽ അണക്കെട്ട് പോലെ അമർഷം നിറഞ്ഞു കിടക്കുകയാണ്. തുടർന്ന് ജാള്യത മറച്ചു വെച്ചുകൊണ്ട് അയാൾ അമർഷത്തോടു കൂടി പറയുകയാണ്, പണ്ട് കാലത്ത് അന്നത്തെ കാരണവന്മാർ കുടുംബത്തിൻ്റെ അന്തസ്സിനെ കരുതി എന്തൊക്കെയോ ചെയ്തു വെച്ചു. കുഴിച്ചിട്ട ശവം മാന്തിയെടുക്കുന്നത് പോലെ അതെല്ലാം ഇനി കുത്തി ഇളക്കിക്കൊണ്ടുവരുന്നത് ആർക്കും നല്ലതല്ല. കുടുംബത്തിനും നിങ്ങൾക്കും ഇതിൽ പങ്കാളിയായവർക്കും. ഉടനെ മനുശങ്കർ, അച്ഛാ, എത്ര കാലം ഇതിങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുമെന്ന് അച്ഛൻ്റെ വിചാരം? ആരൊക്കെ അറിഞ്ഞാലും ജയന്തി മാത്രം അറിയരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ലേ? അപ്പോൾ രോഹിത്ത് പറയുകയാണ്, എൻ്റെ അച്ഛൻ്റെ കാര്യം അങ്കിൾ മറന്നുപോകുന്നു. എല്ലാവരും കൂടി പറ്റിച്ചൊരു പാവത്താൻ ഒറ്റയ്ക്ക് അവിടെ കിടപ്പുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ബാലചന്ദ്രനെയും തണുപ്പിക്കാൻ പറ്റും, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. വേറെ ആരും വേണ്ട, അലീന മാത്രം മനസ്സ് വെച്ചാൽ മതി. പെട്ടെന്ന് മനുശങ്കർ പറയുകയാണ്, അച്ഛനും നാണമില്ലേ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ? അലീന സ്വന്തം മോളാണെന്ന് ഏറ്റവും ആദ്യം അറിയേണ്ട ആളായിരുന്നു ജയന്തി ആൻറ്റി. മരിച്ചുപോയി എന്ന് ഇത്രയും കാലം വിശ്വസിച്ച മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആ അമ്മ മനസ്സിലാക്കണ്ടേ? അത് ശത്രുവിനെ പോലെ കരുതി അകറ്റി നിർത്തിയ കുട്ടിയാണെന്ന് തിരിച്ചറിയണ്ടേ? ഞങ്ങളാരും ആൻറ്റിയോടൊന്നും പറയുന്നില്ല, പക്ഷെ ആൻറ്റി അറിയും. അച്ഛൻ എത്ര മറച്ചു വെച്ചാലും അറിയും. മനുശങ്കർ ആ പറയുന്ന വാക്കുകൾ വളരെ വീറോടെയായിരുന്നു. ശിവശങ്കര മേനോൻ മറുപടി ഒന്നും പറയുവാനില്ലാതെ ഒരു കസേരയിലേക്കിരുന്നു. തുടർന്ന് കാണുന്നത് വൈജയന്തിയാണ്.
ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു തന്റെ മൊബൈൽ ഫോൺ. വൈബ്രേറ്റർ മോഡിലായിരുന്നതിനാൽ കോൾ വന്നത് വൈജയന്തി അറിഞ്ഞില്ല. ബസ് സ്റ്റോപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് പിന്നിൽ കാർ നിർത്തേണ്ടി വന്നപ്പോൾ മുരൾച്ച കേട്ട് ഫോൺ എടുത്ത് നോക്കി. ഹലോ ഹലോ, അമ്മ എവിടെയാ? രോഹിത്തിന്റെ ശബ്ദം അവൾ കേട്ടു. ഞാൻ ഡ്രൈവ് ചെയ്യുവാടാ, നീ എവിടെയാ? ഞാൻ ദാ വീട്ടിലെത്തി. അമ്മയ്ക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ആ, ഉച്ചവരെ. നീ എപ്പോഴാ എത്തിയത്? എത്തിയതേ ഉള്ളൂ. മനുവേട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് കൊല്ലപ്പള്ളി കയറി, അതാണ് വൈകിയത്. ആ, ഞാനിപ്പോൾ കൊല്ലപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇപ്പം അങ്ങോട്ട് പോണേ? അമ്മ ഇങ്ങോട്ട് വാ. ഞാനിപ്പോൾ തന്നെ വന്നേക്കാവിടാ. ബബിതയും കൃഷ്ണമോളും ഉണ്ടല്ലോ അവിടെ. നീ അവരോട് ഗുസ്തി പിടിച്ചോണ്ടിരിക്കുക. വെക്കുവാണേ. ബസ് മുൻപോട്ടെടുത്തതോടെ വൈജയന്തി ഫോൺ സീറ്റിലേക്ക് ഇട്ടിട്ട് ഗിയർ മാറ്റി കാർ എടുത്തു. വൈജയന്തി ചെല്ലുമെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നതിനാൽ ശിവശങ്കരമേനോൻ കാത്തിരിപ്പുണ്ടായിരുന്നു. വൈജയന്തിയുടെ കാർ കണ്ടതോടെ അയാളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. എന്തെങ്കിലും ടെൻഷൻ കൊണ്ടായിരിക്കും അവളുടെ വരവെന്ന് അയാൾ ഊഹിച്ചിരുന്നു. വൈജയന്തിയുടെ വീട്ടിൽ ഒരു ബോംബ് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബബിതയാണത്. അവളുടെ നാവിൽ നിന്ന് വല്ലതും വീണുപോയാൽ വൈജയന്തി ആദ്യം പാഞ്ഞു വരുന്നത് തൻ്റെ അടുത്തേക്കായിരിക്കുമെന്ന് ശിവശങ്കരമേനോന് നല്ല തീർച്ചയുണ്ട്. ബബിതയും വൈജയന്തിയും കൂടി ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നിടത്തോളം തനിക്ക് യാതൊരു മനസ്സമാധാനവും കിട്ടുവാൻ പോകുന്നില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വൈജയന്തിയുടെ കൂടെ പോയി ബബിതയെ വിളിച്ചുകൊണ്ടുവരുവാൻ തോന്നിയ ആ നിമിഷത്തെ അയാൾ എത്രയോ വട്ടം ശപിച്ചു കഴിഞ്ഞു. അവളെ തിരികെ കുളത്തുപുഴയെ കൊണ്ടുവിട്ടാലേ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റൂ എന്നുവരെ ചിന്തിച്ചു. ആദ്യം വൈജയന്തി കമലയെ കണ്ട് കുശലം പറഞ്ഞു. അതിനുശേഷം സൗദാമിനിയമ്മയുടെ മുറിയിലേക്ക് കയറി. അവർ തീർത്തും കിടപ്പായി കഴിഞ്ഞിരുന്നു. വൈജയന്തിയെ കണ്ടപ്പോഴേക്കും അവരുടെ കൺകുഴികളിൽ വെള്ളം നിറഞ്ഞു. ആ വൃദ്ധ പറയുകയാണ്, ആ പെങ്കൊച്ചുണ്ടായിരുന്നപ്പോൾ ഞാൻ കടപ്പാട്ടൂർ ഓടി നടന്നതാ. അമ്പലത്തിൽ പോകാൻ പോലും ആവതുണ്ടായിരുന്നു. ഇനി എന്നെ ചിതയിലോട്ട് എടുത്താൽ മതി. വൈജയന്തി അല്പനിമിഷം മൗനമായി നിന്നു. എന്നിട്ട് പറയുക, ഞാൻ ശിവേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാമേ. അമ്മയുടെ സങ്കടത്തേക്കാൾ അവളുടെ മനസ്സിൽ മറ്റൊരു നെരിപ്പോട് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മനു വന്നിട്ട് എവിടെ പോയി ശിവേട്ട? ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് വൈജയന്തി ശിവശങ്കരമേനോന്റെ മുറിയിലേക്ക് കയറി ചെന്നത്. അയാൾ ജനാലയ്ക്കൽ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ജയന്തി അവിടെ വന്നിറങ്ങിയ ശേഷം മൂന്നാമത്തെ സിഗരറ്റ് ആയിരുന്നു അത്. മനു രോഹിത്തിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഞാൻ വീട്ടിൽ പോയില്ല, കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ പോകുന്നത്. അമ്മയെ കാണാൻ വന്നതാണോ നീ? അമ്മയെ കാണാനാണെങ്കിൽ ശിവേട്ടൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ നേരത്തെ വിളിച്ചു പറയില്ലല്ലോ. വൈജയന്തി ശിവശങ്കരമേനോന്റെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി ഒന്ന് നോക്കി. ഉടനെ അയാൾ തിരികെ ചോദിക്കുകയാണ്, എന്തുപറ്റി? എന്താ പ്രശ്നം? ബബിത തിരിച്ചു പോകണമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, എനിക്കൊരു സത്യം അറിയണം ശിവേട്ട. അവളത് പറഞ്ഞിട്ട് വാതിൽ ചാരി അയാളുടെ സമീപത്തേക്ക് വന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശിവശങ്കരമേനോന്റെ കണ്ണു പതറി. വൈജയന്തി ചോദിക്കുകയാണ്, 24 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് രാവുണ്ണിയമ്മാവൻ്റെ വീട്ടിൽ വെച്ച് ശിവേട്ടനും ഗംഗേട്ടനും അച്ഛനും രാവുണ്ണിയമ്മാവനും കൂടി എന്നെ ഒരു വെഡ്ഡിംഗ് കാർഡ് കാണിച്ചു. സ്റ്റാൻലി ജോസഫും വേറെ ഏതോ പെണ്ണുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്നതിൻ്റെ തെളിവായിട്ട്. അത് സത്യമായിരുന്നോ ശിവേട്ട? ശിവശങ്കരമേനോന്റെ നെഞ്ച് കിടിലം കൊള്ളുന്നുണ്ടായിരുന്നു. അവൾ വന്നിരിക്കുകയാണ്, നെഞ്ചു പിളർന്നും സത്യമറിയുവാൻ വേണ്ടി. ഉടനെ ശിവശങ്കരൻ, ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം അന്നുണ്ടായിട്ടുണ്ടോ? കള്ളം പറയരുത് ശിവേട്ട. ശിവേട്ടനും കൂടിയാ അവരോടൊപ്പം പുനലൂർക്ക് പോയത്, സ്റ്റാൻലിയുടെ തറവാട്ടിലേക്ക്. എടി, 4 നൂറ്റാണ്ട് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആരോർക്കുന്നു? ഞാനൊന്ന് ചെറുതല്ലായിരുന്നോ? ചെറുതോ? വൈജയന്തി ജ്വലിക്കുകയാണ്. എന്നേക്കാൾ വലിപ്പമുണ്ടായിരുന്നല്ലോ ശിവേട്ടൻ അന്ന്, ഇല്ലേ? അന്ന് അച്ഛനും രാവുണ്ണിയമ്മാവനും ഒക്കെ അല്ലേ കാരണവന്മാർ. അവരോരോന്ന് തീരുമാനിക്കുന്നു, നടത്തുന്നു. ഞാനൊക്കെ വെറും കാഴ്ചക്കാർ മാത്രം. കാഴ്ചക്കാരൻ്റെ കണ്ണിന് തിമിരമൊട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒരു കേടും തട്ടിയിട്ടുമില്ല. നീ ഇപ്പം എന്തിനാ വൈജയ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? നിനക്കെന്താ വട്ടുണ്ടോ? ശിവശങ്കരമേനോൻ ദേഷ്യം അഭിനയിക്കുകയാണ്. എനിക്കറിയണം ശിവേട്ട, ആരാണ് എന്നെ ചതിച്ചതെന്ന് എനിക്കറിയണം. ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റാൻലിയാണെന്നാ. എന്നിട്ട് ഇപ്പം എന്തു പറ്റി? എനിക്കിപ്പോൾ സംശയമുണ്ട്. എൻ്റെ സ്വന്തം അച്ഛനും ഏട്ടന്മാരും അമ്മാവനും കൂടിയാണോ എന്നോട് ഈ കൊടും ക്രൂരത കാണിച്ചതെന്ന്? ശിവേട്ടൻ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അന്ന് എന്നെ കാണിച്ച വെഡ്ഡിംഗ് കാർഡ് അത് സത്യമായിരുന്നോ? ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ മാറ്റി പറയരുത്. വൈജയ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഒരു സംഭവം ഓർമ്മ വരുന്നത് പോലുമില്ല. ശിവേട്ടൻ കരുതുന്നുണ്ടോ ഈ പറഞ്ഞ മറുപടി കൊണ്ട് എന്നെ അടക്കി നിർത്താമെന്ന്? ഞാൻ ഒരിക്കലും സത്യം അറിയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഗംഗേട്ടൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അച്ഛനും രാവുണ്ണിയമ്മാവനും മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. ഗംഗേട്ടനെ ഞാനിവിടെ വരുത്തും. വന്നില്ലെങ്കിൽ സ്റ്റാൻലി ഉണ്ട് ജീവനോടെ കുളത്തുപുഴയിൽ. ചെന്ന് അന്വേഷിച്ചിട്ടായാലും ഞാൻ സത്യം അറിയും. സത്യമറിഞ്ഞിട്ട് നീ ഇനി എന്ത് ചെയ്യാൻ പോവാ? ഭൂമി പിടിച്ച് 10-24 കൊല്ലം പുറകിലേക്ക് തിരിച്ചു കറക്കുവോ? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ഉദ്ദേശം എന്താ? സ്റ്റാൻലി വിവാഹം കഴിച്ച് 3-4 മക്കളുണ്ട്. നീ കല്യാണം കഴിച്ച് നിനക്കുമുണ്ട് ഭർത്താവും 3 മക്കളും. ബ്ലാക്ക് ബോർഡിൽ എഴുതിയ അക്ഷരം പോലെ നിനക്കതെല്ലാം മായ്ച്ചു കളയാൻ പറ്റുമോ വൈജയ്?
വൈജയന്തി അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് കിതയ്ക്കുകയാണ്. അവളുടെ മിഴികൾ വജ്രസൂചികൾ പോലെ തിളങ്ങി. സ്വന്തം നെഞ്ചിലേക്ക് കൈവച്ചിട്ട് അവൾ പറയുകയാണ്, എനിക്ക് എന്നെ മായ്ച്ചു കളയാലോ അല്ലേ? നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ജീവിതം കരുവാക്കി കള്ളക്കളി കളിച്ച് രസിച്ചില്ലേ? 24 വർഷം മതി. ഇനി വൈജയന്തിയെ കളിപ്പാവയാക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല. എനിക്ക് വേണ്ടാത്ത ജീവിതമാണ് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചത്. എനിക്കത് എവിടെ വെച്ച് വേണമെങ്കിലും നിർത്താനുള്ള ധൈര്യമുണ്ട്. പക്ഷേ അതിനു മുൻപ് ഞാൻ സത്യം അറിയും. ശിവേട്ടനത് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ ശിവേട്ടനെ ആണല്ലെന്നാ അതിൻ്റെ അർത്ഥം. വൈജയന്തി കൊടുങ്കാറ്റ് പോലെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ശിവശങ്കരമേനോൻ ഒരാശ്രയത്തിനെന്നവണ്ണം ജനലഴിയിൽ പിടിച്ചു. വൈജയന്തിയുടെ കാർ മുറ്റത്തു നിന്നും തിരിഞ്ഞ് ഗേറ്റ് കടന്നു പോകുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ആരാണ് സ്റ്റാൻലിയുടെ കഥ അവൾക്ക് പറഞ്ഞു കൊടുത്തത്? ബബിതയാണോ? സ്റ്റാൻലിയും വൈജയന്തിയും തമ്മിൽ എന്തെങ്കിലും സംഭാഷണം ഉണ്ടായിട്ടുണ്ടോ? ശിവശങ്കരമേനോൻ കുഴഞ്ഞുപോയി. അയാൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഗംഗാധരമേനോന്റെ നമ്പർ പ്രസ് ചെയ്തു. മറുവശത്ത് മാലതിയാണ് ഫോൺ എടുത്തത്. മാലതിയെടുത്തി, എനിക്ക് ഗംഗട്ടനെ അർജന്റായി കിട്ടണം. എവിടെയുണ്ട്? ഗംഗട്ടൻ പുറത്തു പോയിരിക്കുക. എന്താ ശിവ? എനിക്ക് വയ്യ ഈ ടെൻഷൻ എല്ലാം കൂടെ താങ്ങാൻ. ഞാൻ മാത്രമല്ലല്ലോ ഇതിനൊന്നും ഉത്തരവാദി. ഗംഗേട്ടനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. മനുഷ്യന് മനസ്സമാധാനമാണ് വേണ്ടത്. കണ്ഠമിടറിയിട്ട് ശിവശങ്കരമേനോൻ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്തതായി കാണുന്നത് ട്യൂഷന് പോകേണ്ട കൃഷ്ണജ കയ്യിൽ 2 ബുക്കും പിടിച്ച് എന്തോ മറന്നതുപോലെ അവിടെ ചുറ്റി നടക്കുകയാണ്. അത് കണ്ടിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, അരമണിക്കൂർ ആയാലോടി നീ ഇവിടെ ചുറ്റി തിരിയുന്നു? പോണില്ലേ ട്യൂഷന്? പോണം. എന്തെങ്കിലും കളഞ്ഞുപോയോ? ഇല്ല. കൃഷ്ണജ ഇടത് കൈകൊണ്ട് തല ചികഞ്ഞു. അപ്പോൾ ബബിത പറയുകയാണ്, അവൾ ഇന്ന് ട്യൂഷന് പോവില്ല, എങ്ങോട്ടും പോവില്ല, എനിക്കറിയാത്. പെട്ടെന്ന് കൃഷ്ണജ ബബിതയുടെ നേരെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ബബിതേച്ചിക്ക് എന്തറിയാം? മനുവേട്ടനെയും രോഹിയേട്ടനെയും കണ്ടപ്പോൾ നിനക്കിനിയിപ്പോൾ എങ്ങോട്ട് പോകാൻ മനസ്സില്ല, അതല്ലേടി സത്യം? അയ്യോടി, പഠിത്തം കൂടി കട്ട് ചെയ്തിട്ടാ ഒരുത്തി വീട്ടിൽ നിൽക്കുന്നേ, എന്നിട്ട് ട്യൂഷന് പോകാത്ത എനിക്കാ കുറ്റം. കൃഷ്ണജ മുഖം വീർപ്പിച്ചു. ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ. നീ ഇന്ന് ട്യൂഷന് പോകണ്ട മോളെ, നമുക്ക് ജോളിയായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാം. അമ്മ വരുമ്പോൾ വഴക്ക് കിട്ടും, അതാ എനിക്ക് പേടി. ഇന്ന് തടസ്സം പിടിക്കാൻ രോഹിയേട്ടനും മനുവേട്ടനും ഒക്കെ ഉണ്ടല്ലോ. അത്രയും സപ്പോർട്ട് കിട്ടിയതോടുകൂടി കൃഷ്ണജ കയ്യിലിരുന്ന 2 ബുക്കുകളും എടുത്ത് സ്റ്റഡി ടേബിളിന്റെ മുകളിലേക്ക് എറിഞ്ഞു. അത് കണ്ടുകൊണ്ട് ചിരിയോടെ മനുശങ്കർ പിന്നല്ല. അല്പസമയത്തിനുള്ളിൽ വൈജയന്തിയുടെ കാർ ഗേറ്റ് കിടന്നെത്തി. മനുശങ്കറും രോഹിത്തും സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. വൈജയന്തിയുടെ കനത്തിരുന്ന മുഖം ഒന്നയഞ്ഞു. ബബിതയുടെ പിന്നിൽ പാതി മറഞ്ഞു നിൽക്കുകയായിരുന്നു കൃഷ്ണജ. സിറ്റൗട്ടിലേക്ക് കയറി വന്ന വൈജയന്തി ചോദിക്കുകയാണ്, നീ എന്താടി ഇന്ന് ട്യൂഷന് പോകാഞ്ഞത്? മനുവേട്ടനും രോഹിയേട്ടനും കൂടി പറഞ്ഞു പോകണ്ടാന്ന്. അവരെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. ദേ വിളച്ചിലെടുക്കല്ലേ, വേഗം പൊയ്ക്കോ ട്യൂഷന്. ഉടനെ മനുശങ്കർ കൃഷ്ണജയുടെ പക്ഷം പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നൊരു ദിവസം ട്യൂഷനങ്ങ് വേണ്ടെന്ന് വെക്കാൻറ്റി. വേണ്ട വേണ്ട, പഠിക്കാതിരിക്കാൻ എന്താ കാരണമെന്ന് നോക്കിയിരിക്കുന്നവളാ അവള്. അവളോട് ഒരു അലിവും വേണ്ട. കൃഷ്ണേ, ഇനി എന്താ താമസം, പോയേ. കൃഷ്ണജ ബുക്കുകളെടുത്ത് മുഖം വീർപ്പിച്ച് അമ്മയെ തുറച്ചു നോക്കി. തുടർന്ന് കലി തുള്ളിയ മട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. അത് കണ്ടുകൊണ്ട് വൈജയന്തി ആശ്ചര്യത്തോടെ പറയുകയാ, കണ്ടോ അവളുടെ ദേഷ്യം? അപ്പോൾ രോഹിത് കളിയാക്കി, അമ്മയുടെ അല്ലേ മോള്. ഉടനെ തന്നെ വൈജയന്തിയുടെ മൂർച്ചയുള്ള നോട്ടം അവൻ്റെ മേൽ നീണ്ടു. എന്നിട്ട് വൈജയന്തി പറയുകയാണ്, നല്ലതെല്ലാം അച്ഛൻ്റെ, മോശമായതെല്ലാം അമ്മയുടെയും. അമ്മേ സുല്ല്, ഞാൻ വഴക്കിനില്ല. ഇത്രയും പറഞ്ഞിട്ട് രോഹിത് പെട്ടെന്ന് അവിടുന്ന് നടന്നകന്നു. വീടിനകത്ത് കിടന്ന് റൂമിൽ കയറി ഡ്രസ്സു മാറി വന്ന ശേഷം മാത്രമാണ് വൈജയന്തി മനുശങ്കറിനോടും രോഹിത്തിനോടും കുശലമന്വേഷിക്കാൻ തയ്യാറായത്. രോഹിത്തിനോട് അവർ ചോദിക്കുകയാണ്, നീ എന്താ നേരെ ഇങ്ങോട്ട് വരാതെ കൊല്ലപ്പള്ളിക്ക് പോയത്? ഇതല്ലായിരുന്നോ നിനക്ക് എളുപ്പം? അങ്കിൾ കാറും കൊണ്ട് വന്നപ്പോൾ അതിൽ കയറി. ഞാൻ പറഞ്ഞതാ എന്നെ പാലത്തിനരികെ ഇറക്കി വിട്ടാൽ മതിയെന്ന്. അന്നേരം അങ്കിളിന് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചങ്ങോട്ട് കൊണ്ടുപോയി. എന്തോന്ന് സംസാരിക്കാൻ? ഞാൻ അലീന ചേച്ചി താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. വൈജയന്തിക്ക് അപകട സൂചന കിട്ടി. പെട്ടെന്ന് ജാഗ്രത. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ പോയിട്ടുണ്ടല്ലോ, എന്തിനാ കള്ളം പറയുന്നത്? അപ്പോൾ അടുത്ത ചോദ്യം, ബബിത പോയി താമസിച്ച സ്ഥലത്ത് നീ താമസിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. സ്റ്റാൻലിയുമായി നീ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? പിന്നില്ലാതെ എങ്ങനെയാ അവിടെ ചെന്ന് താമസിക്കുന്നത്? അലീന ചേച്ചി എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? അലീന ചേച്ചിയുടെ ബ്രദറാണെന്ന്. എന്നിട്ട് സ്റ്റാൻലി അത് വിശ്വസിച്ചോ? അലീന ചേച്ചി പറയുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവൾക്ക് വീടും വീട്ടുകാരും ഒക്കെ ഉണ്ടെന്നാണോ അവൾ സ്റ്റാൻലിയോട് പറഞ്ഞിരിക്കുന്നത്? ആ, ആയിരിക്കും. ബബിതയും അങ്ങനെയാണോ പരിചയപ്പെടുത്തിയത്? അവളുടെ അനുജത്തിയാണെന്നാണോ? അതെനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി എന്തായാലും അത് വിശ്വസിക്കില്ല. അതെന്താ വിശ്വസിച്ചാൽ? രോഹിത്തിൻ്റെ ആ ചോദ്യം വൈജയന്തിയെ വെട്ടിലാക്കി. എന്തു മറുപടി പറയണമെന്നറിയില്ല. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വൈജയന്തി പറയുകയാണ്, ബബിത അവളുടെ അച്ഛനെ പറ്റിയും അമ്മയെപ്പറ്റിയും സഹോദരങ്ങളെ പറ്റിയും എല്ലാം സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അലീന അവളുടെ ചേച്ചിയാണെന്ന് കൂടി പറഞ്ഞു കാണും. എന്ന് വെച്ചാൽ അലീന എൻ്റെ മകളാണെന്ന് കൂടി സ്റ്റാൻലി ധരിച്ചു വെച്ചിട്ടുണ്ടെന്ന്. വൈജയന്തി നെറ്റി ചുളിച്ചു.
രോഹിത് പെട്ടെന്ന് മുഖം തിരിച്ചു മനുശങ്കറെ ഒന്ന് നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. രോഹിത് പതിയെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഞാൻ അത്രയൊന്നും കടന്ന് ചിന്തിച്ചിട്ടില്ലമ്മേ. അവളൊരു അനാഥയാണെന്നും നമ്മുടെ വേലക്കാരിയായിരുന്നുവെന്നും സ്റ്റാൻലിക്ക് അറിയില്ലേ? അപ്പോൾ ബബിത, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറയണമായിരുന്നു. നിങ്ങളുടെ കൂടപ്പിറപ്പാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ നിങ്ങൾ തന്നെ മാറ്റണമായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിന് തന്നെ എന്തൊരു കുറച്ചില്ല. ഒരു വീട്ടുവേലക്കാരി നമ്മുടെ കുടുംബത്തിലെ അംഗമാണെന്ന് പറയുന്നത്. അവൾ എൻ്റെ മകളാണെന്ന് സ്റ്റാൻലി കരുതുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര നാണക്കേടാ. അമ്മ ആ വിഷയം വിട്, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം, രോഹിത് പറയുകയാണ്. വൈജയന്തി വിടുന്നില്ല. നിങ്ങൾ തന്നെ ആ ധാരണ തിരുത്തണം. അവൾ എന്തിനാ സ്റ്റാൻലിയോട് അത്ര വലിയ നുണയൊക്കെ പറഞ്ഞത്? അവൾ സത്യസന്ധയാണെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവോ? ഓ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. തിരുത്തി പറഞ്ഞ അമ്മയ്ക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുമോ? കുളത്തുപുഴയിൽ അമ്മയുടെ മാർക്കറ്റ് വില കുത്തനെ അങ്ങ് കുതിച്ചു കയറുമോ? എടാ, എന്തിനാ ഈ ആൾക്കാരെ കൊണ്ട് തെറ്റായിട്ട് വിശ്വസിപ്പിക്കുന്നത്? ആൾമാറാട്ടം നടത്തുന്നത് പോലെയുള്ള കുറ്റമല്ലേ ഇത്? ഉടനെ മനുശങ്കർ പറയുകയാണ്, ആന്റിയുടെ കയ്യിൽ നിന്നൊരു ചായ കിട്ടുന്ന ലക്ഷണമില്ല. ബബിതെ, ഇവർ തർക്കിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ. നിനക്ക് പറ്റുമോ ഒരു ചായ ഉണ്ടാക്കി തരുവാൻ? അപ്പോൾ ബബിത ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അലീന ചേച്ചി ഉണ്ടാക്കി തരുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടായെന്ന് വരില്ല, എന്നാലും ഐ ഷാൽ ട്രൈ മൈ ബെസ്റ്റ്. അവൾ ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നീങ്ങി. പിറകെ മനുശങ്കറും. അടുക്കളയുടെ വാതിൽ കടന്നതും അവൻ അവളെ പിടിച്ചു നിർത്തി. എടി, നീ ഇവിടെ ആകെ കുളവാക്കിയിട്ടിരിക്കുകയാണോ? എന്തൊക്കെയാ നീ ആൻറ്റി എടുത്ത് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? ഞാൻ അമ്മയടുത്തൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അച്ഛനും ആങ്ങളമാരും കൂടി 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നുണ പറഞ്ഞ് അമ്മയുടെ തലയിലെടുത്ത് മാറ്റിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയെ അവരെല്ലാം കൂടി പറ്റിച്ചത് അമ്മയും കൂടി അറിയണ്ടേ? എടി, എൻ്റെ അച്ഛനും വലിയച്ഛനുമൊക്കെയാ നീ ഈ പറയുന്ന പറ്റിപ്പുകാരെന്ന് നീ ഓർക്കണ്ടേ? അത് ശരി, എൻ്റെ അമ്മയാണ് ആ വൻ ചതിക്ക് ഇരയായതെന്ന് മനുവേട്ടനും ഓർക്കണം. അന്ന് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നടന്നതെന്ന് അറിയുവാനുള്ള അവകാശം എൻ്റെ അമ്മയ്ക്കില്ലേ? എന്നിട്ട് നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. 25 വർഷം മുമ്പ് സ്റ്റാൻലി പപ്പ ആഗ്രയിൽ വെച്ച് ഒരു മലയാളി പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റാൻലി പപ്പയുടെ കുറ്റം കൊണ്ടല്ല അവർ തമ്മിൽ പിരിയേണ്ടി വന്നതെന്നും പറഞ്ഞു. മതിയല്ലോ, അത് ചോദിക്കാനായിരിക്കും ആൻറ്റി ഇന്ന് കൊല്ലപ്പള്ളിക്ക് പോയത്. ചോദിക്കട്ടെ, സത്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് വിളിച്ചിട്ട് വരട്ടെ. അതിൻ്റെ അന്തിമ ഫലം എന്താണെന്ന് അറിയുമോ നിനക്ക്? അറിയാം. അലീന ചേച്ചി ആരാണെന്ന് അമ്മ തിരിച്ചറിയും. അതൊരു വശം. മറ്റൊരു ചീത്ത വശം കൂടിയുണ്ട്. ആൻറ്റി കൊല്ലപ്പള്ളിക്കാരുമായിട്ട് ഭയങ്കര ശത്രുതയിലാവും. ഏയ്, അതൊന്നും സാരമില്ല മനുവേട്ടാ. അലീന ചേച്ചി ഇല്ലേ നമ്മുടെ കൂടെ? എടി, അച്ഛൻ അവിടെ ഇപ്പം തന്നെ ആകെ പുലിവാലി പിടിച്ച വട്ടിലിരിക്കുക. ഞങ്ങൾ വന്നിറങ്ങി ഉടനെ തന്നെ പിടിച്ച് കൊല്ലപ്പള്ളി കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഞങ്ങൾക്കെല്ലാ സത്യങ്ങളും അറിയാമെന്ന് തുറന്നു പറഞ്ഞു. മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നീ ആദ്യമേ തന്നെ ആ ബോംബ് വിടങ്ങ് പൊട്ടിച്ചില്ലേ? ഞാനല്ല, അങ്കിള് തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരൻ. മര്യാദയ്ക്ക് കൊല്ലപ്പള്ളിയിലെങ്ങാണ് ഇരുന്നാൽ മതിയായിരുന്നല്ലോ. അതിനിടയ്ക്ക് പൂനലൂരും കുളത്തുപുഴയിലും ഒക്കെ പോയി ഇരുന്നു വാങ്ങിയതല്ലേ പ്രശ്നങ്ങളെല്ലാം. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? ഈ സമയത്ത് വൈജയന്തി കിച്ചന്റെ നേർക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് രോഹിത് വൈജയന്തിയുടെ പിറകിന് നടന്ന് ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. ബബിത ഉടനെ തന്നെ ചായയ്ക്ക് വെള്ളം എടുക്കുവാൻ വേണ്ടി നീങ്ങി. വൈജയന്തി മനുശങ്കറിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇനി എന്നാ തിരിച്ചു പോകുന്നത്? മറ്റന്നാൾ പോകും ആൻറ്റി. എന്നാൽ പിന്നെ മനുവിന് ഇന്നിവിടെ കൂടാമല്ലോ അല്ലേ? കൂടാം, പക്ഷെ ആൻറ്റിയുടെ കാറ് 1 മണിക്കൂറത്തേക്ക് എനിക്കൊന്ന് വിട്ടുതരണം. എന്തിന്? ഞങ്ങൾക്ക് ടൗണിലൊന്ന് കറങ്ങണം. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ബബിതയും രോഹിത്തും. ഉടനെ വൈജയന്തി പറയുകയാണ്, ഞാനും കൂടി വരാം. കൃഷ്ണമോള് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്ക് തിരിച്ചെത്തിയാൽ മതി. ആൻറ്റി വരണ്ട. എനിക്ക് മനസ്സിലായി. വൈജയന്തിയുടെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം പടർന്നു. അവർ ചോദിക്കുകയാണ്, ബാലേട്ടൻ്റെ അടുത്ത് പോകണം അല്ലേ? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല ആൻറ്റി. ചിലപ്പോൾ പോയെന്ന് വരും. എന്തിനാ മനു ഈ ഒളിവും മറവും ഒക്കെ? നേരെ അങ്ങ് പറഞ്ഞുകൂടെ? ഇതാണ് ആൻറ്റിയുടെ കുഴപ്പം. എല്ലാ കാര്യങ്ങളും അറിയണം. പോലീസ് ബുദ്ധി അല്പം കൂടുതലാണ് ആൻറ്റിക്ക്. എല്ലായിടത്തും ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ആൻറ്റി. അല്ലെങ്കിൽ കണ്ടാലും ചില കാര്യങ്ങൾ കണ്ടില്ലെന്നങ്ങ് ഭാവിച്ചേക്കണം. ആൻറ്റിയുടെ മനസ്സിലും കാണില്ലേ ആരും എത്തി നോക്കാത്ത ഒരിത്തിരി ഇരുട്ട്, ഒരല്പം സ്വകാര്യത. അത്രയും കേട്ടതോടെ മറുപടി ഒന്നും പറയാതെ ചായ തിളച്ചല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയുടെ അടുത്തേക്ക് മെല്ലെ വൈജയന്തി നീങ്ങി. രാത്രിയിലാണ് ഗംഗാധര മേനോന്റെ കോൾ വന്നത്. TV കാണുകയായിരുന്ന ശിവശങ്കര മേനോൻ ഉടൻ തന്നെ ഫോണുമായി തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. ഗംഗേട്ടാ, ഞാനാണ്. എടാ, നീ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നെന്ന് മാലതി പറഞ്ഞു. ആ, വിളിച്ചു. എന്താ പുതിയ പ്രശ്നം? ആ, പുതിയ പ്രശ്നമുണ്ട് ഗംഗേട്ടാ. ഇന്ന് ജയന്തി ഇവിടെ വന്നിരുന്നു. അവൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, 25 വർഷം മുമ്പ് അവളെ കാണിച്ച സ്റ്റാൻലിയുടെ വെഡ്ഡിംഗ് കാർഡ് സത്യമായിരുന്നോ കള്ളമായിരുന്നോ എന്ന്. ആഹാ, എന്നിട്ട് നീ എന്തു പറഞ്ഞു? എനിക്കങ്ങനെ ഒരു സംഭവം ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ആ, അത് നന്നായി. പക്ഷെ അവളത് വിശ്വസിച്ചിട്ടില്ല ഗംഗേട്ടാ. ഇപ്പോൾ അവൾ എവിടുന്നാ ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്? ആർക്കറിയാം? ചിലപ്പോൾ ബബിത പറഞ്ഞു കാണും അവളോട്. സ്റ്റാൻലിയുടെ വിവാഹം നടന്നത് ഇത്രാമത്തെ വർഷത്തിലാണെന്നൊക്കെ. അവൾ അവിടെ ചെന്ന് സ്റ്റാൻലിയുടെ ചരിത്രമൊക്കെ പഠിച്ചിട്ടായിരിക്കും തിരിച്ചു വന്നിരിക്കുന്നത്.
ആ, എന്തായാലും ആ വിഷയം തീർന്നില്ലേ? ഇല്ല ഗംഗേട്ട, അവൾ ഇനി ഗംഗേട്ടനെയാണ് വിളിച്ചു വരുത്താനിരിക്കുന്നത്. ഗംഗേട്ടനും സത്യം പറയുന്നില്ലെങ്കിൽ അവൾ സ്റ്റാൻലിയോട് സംസാരിക്കുമത്രേ. അവൾ എന്തിനാ ശിവ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്? ഗംഗേട്ട, ഗംഗേട്ടനൊരു കാര്യം ചെയ്, ഇവിടെ വരെ ഒന്ന് വാ. ഇവിടെ ആകെ പ്രശ്നമാണ്. ഗംഗേട്ടൻ ചിന്തിക്കുന്നത് പോലെ അല്ല. എന്നെക്കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ശരിക്കും ഉറങ്ങിയ ദിവസം മറന്നു. അത്രയ്ക്ക് ടെൻഷനാ ഗംഗേട്ട എനിക്ക്. ശിവ, നീ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇത്രയും ടെൻഷൻ? ഗംഗേട്ടൻ അറിയാഞ്ഞിട്ടാ. ബോംബ് വെച്ചിരിക്കുന്ന വിമാനത്തിൽ യാത്ര ചെയ്തിരിക്കുന്നത് പോലെയാ ഞാൻ. അലീന ജയന്തിയുടെ മകളാണെന്ന് ബബിതയ്ക്ക് മാത്രമല്ല അറിയാവുന്നത്, ഇവിടുത്തെ മനുവിനറിയാം, രോഹിത്തിനറിയാം. അവരെങ്ങനെ അറിഞ്ഞു ഇതൊക്കെ? ബബിത പറഞ്ഞോ? ബബിതയേക്കാൾ മുമ്പേ അവരറിഞ്ഞിരിക്കുന്നു. മനു അറിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ 1 വർഷത്തോളമായെന്നാ പറയുന്നത്. രോഹിത്തും മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞു. നിനക്ക് മനുവിനെ വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ എങ്ങനെ അറിഞ്ഞെന്ന്? അതൊക്കെ ചോദിച്ചിട്ട് ഇനി എന്ത് കാര്യം? അവർക്കെല്ലാം ഭയങ്കര അമർഷമാണ് നമ്മളോട്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് മനു ഇപ്പം ജയന്തിയുടെ വീട്ടിലാ. അവനിന്ന് ഇങ്ങോട്ട് വരുന്നില്ലത്രേ. 3 ആളും കൂടി ആലോചിക്കാനായിരിക്കും. ജയന്തിയുടെ ചെവിയിലെങ്ങാനും ഇനി വല്ലതും പെട്ടുപോയാലോ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? എനിക്കൊരു സ്വസ്ഥതയുമില്ല. ഗംഗേട്ടൻ ഇവിടം വരെ വന്നേ പറ്റൂ. മറുവശത്ത് ആശങ്കാജനകമായ നിശബ്ദത. ശിവശങ്കര മേനോൻ അല്പനേരം കാത്തു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഗംഗേട്ടൻ എന്താ മിണ്ടാത്തത്? ഞാൻ ജയന്തിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതിയോ ശിവ? അതുകൊണ്ടൊന്നും കാര്യമില്ല ഗംഗേട്ടാ. അവളോട് മാത്രം സംസാരിച്ചാൽ പോരാ. ഗംഗേട്ടൻ വന്ന് സ്റ്റാൻലിയെ നേരിട്ട് കാണണം. സ്റ്റാൻലിയുടെ സുപ്പീരിയർ ഓഫീസർ ആയിരുന്നില്ലേ ഗംഗേട്ടൻ? അന്ന് ഗംഗേട്ടൻ കാണിച്ച സ്നേഹവും കൊടുത്ത സ്വാതന്ത്ര്യവുമാണല്ലോ സംഗതി ഇത്രയും വരെ എത്തിച്ചത്. ഗംഗേട്ടൻ അലീനയെ കാണണം, ബാലചന്ദ്രനുമായി സംസാരിക്കണം. പിന്നെ ബബിതയെയും രോഹിത്തിനെയും മനുവിനെയും ഒന്നിച്ചു കൂട്ടി അവരുമായിട്ടും ചർച്ച നടത്തണം. ശരി, ഞാൻ വരാം. എന്നു വരും? ഉടനെ വേണം. ദിവസം ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഗംഗേട്ടൻ ബബിതയെ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കണം. അവളോട് പറയണം ഗംഗേട്ടൻ വന്ന് സംസാരിക്കുന്നതുവരെ ജയന്തിയോടൊന്നും വിട്ടു പറയരുതെന്ന്. എടാ, അത് നീ അങ്ങ് പറഞ്ഞാൽ മതി. ഈ കുട്ടികളുമായിട്ടുള്ള ഡീലിങ്സ് എനിക്ക് അത്ര ഈസിയല്ല. ഗംഗേട്ടൻ ഞാൻ പറയാൻ ചെന്നാൽ അവൾ ഇങ്ങോട്ട് കഥയെല്ലാം പറഞ്ഞു തരാമെന്നുള്ള മട്ടിലാണ് നിൽപ്പ്. ഗംഗേട്ടനോടാവുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടല്ലോ അവൾക്ക്. ഏതായാലും നീ അവളുടെ മൊബൈൽ നമ്പർ ഒന്ന് സെൻഡ് ചെയ്തേക്ക്. ശിവശങ്കര മേനോൻ അപ്പോൾ തന്നെ ബബിതയുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.